സുലൈമാനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് റെസിപ്പിയാണ് ഷെയർ ചെയ്യണത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടാവുന്ന കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്യാതെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഇല്ലേ, അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോണത്. ഈ ആരോ റൂട്ട് ബിസ്ക്കറ്റിന് പ്രത്യേകിച്ച് മണമോ ഫ്ലേവറോ ഒന്നുമില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വെച്ച് ചെയ്യാം. ഞാനിവിടെ 8 ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം. ഈ ബിസ്ക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ദഹിക്കും, നമ്മുടെ വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഇതിന് പുറമേ ഞാനൊരു ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, കണ്ടൻസ്ഡ് മിൽക്ക്. ഇനി ഇതിലേക്ക് 4 ഏലക്കായ, ഒരു പിഞ്ച് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. എന്നിട്ട് അതൊരു പാനിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 3 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പശുവിൻ പാല് തിളപ്പിച്ച് വെച്ചതാണ്. അത് നമുക്ക് 3 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ പാലിന് പകരം നമുക്ക് പാൽപ്പൊടി ഉപയോഗിക്കാം. മിക്സിയിൽ ബിസ്ക്കറ്റ് പൊടിക്കുന്ന സമയത്ത് അതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കസ്റ്റാർഡ് ആയാലും ഡ്രിങ്ക് ആയാലും ചോക്ലേറ്റ് ഫ്ലേവറിലാണ് വേണ്ടതെന്ന് വെച്ചാൽ പാൽപ്പൊടിയുടെ ഒക്കെ കൂടെ അല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ കൂടെ 1-2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഏലക്കായുടെ തൊലി ഇതുപോലെ സെപ്പറേറ്റ് കാണാതിരിക്കാൻ വേണ്ടി ആദ്യം പഞ്ചസാരയും ഏലക്കായയും പൊടിച്ചതിന് ശേഷം ബിസ്ക്കറ്റ് ചേർത്ത് പൊടിക്കുക. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് തിളപ്പിക്കാൻ. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടി പിടിക്കും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളയ്ക്കട്ടെ. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5-8 മിനിറ്റ് എങ്കിലും നമുക്ക് സ്റ്റൗ ടോപ്പിലൊന്ന് തുടർച്ചയായിട്ട് തിളച്ചും കൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ഈ കസ്റ്റാർഡിൻ്റെ സെയിം ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഡ്രിങ്ക്സും ഉണ്ടാക്കാം. അതിന് ബിസ്ക്കറ്റിൻ്റെ അളവ് കുറച്ചാൽ മതി. അതല്ലെങ്കിൽ 2 കപ്പ് പാല് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ വ്യത്യസ്ത എസൻസുകൾ ചേർത്തിട്ട് നമുക്ക് ഫ്ലേവേഴ്സ് മാറ്റാം. ഞാൻ രണ്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ, രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് 2 ബൗളുകളിലേക്ക് നമുക്ക് മാറ്റാം. ഞാൻ 2 ഫ്ലേവറിലാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്, റോസ് ഫ്ലേവറിലും വാനില ഫ്ലേവറിലും. ഇനി ഒരു ബൗളിലേക്ക് 5-6 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ ബൗളിൽ നമുക്ക് റോസ് മിൽക്ക് മിക്സും ചേർക്കാം. പിന്നെ മിക്സാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ നന്നായി തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആപ്പിൾ, മാങ്ങ, പഴം, ചെറുപഴമാണ് കേട്ടോ, പിന്നെ ഉറുമാമ്പഴം എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് രണ്ടിലേക്കും ചേർത്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പൈനാപ്പിൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് വേവിച്ചതിന് ശേഷം ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് കഴിക്കും. അതുപോലെ തന്നെയാണ് ഈ മൂസമ്പിയും ഓറഞ്ചും ഒക്കെ. ഇതിൽ പഴം കട്ട് ചെയ്തത് കുറച്ച് കുറവാണ്, അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ കട്ട് ചെയ്തിടണം. നമ്മളൊരു പഴം കൂടി കട്ട് ചെയ്തിട്ട് കേട്ടോ. ഇതൊക്കെ കട്ട് ചെയ്തത് മോളാണ് കേട്ടോ. അവളോട് ഞാൻ ഫ്രൂട്ട് സലാഡിലേക്ക് വീട്ടിലുള്ള ഫ്രൂട്ട്സ് എടുത്ത് റെഡിയാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളെല്ലാം ഓരോന്നെടുത്തു, പക്ഷേ പഴം കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ കുറച്ചുകൂടെ പഴം ചേർക്കാം. ശരിക്കും പഴമാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഫ്രൂട്ട് സലാഡിലൊക്കെ മൈസൂർ പൂവൻ പഴം കുറച്ച് കൂടുതലിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടോ.
നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.